ട്യൂബൽ പ്രഗ്നൻസി ഉണ്ട്, ഒവേരിയൻ പ്രഗ്നൻസി ഉണ്ട്, പ്രഗ്നൻസി ഓഫ് അൺനോൺ ലൊക്കേഷൻ, അങ്ങനെ പല എക്ടോപിക് പ്രഗ്നൻസികളും ഉണ്ട്. അപ്പോൾ അതൊക്കെ റൂൾ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ 6 to 8 വീക്ക് സ്കാനിൻ്റെ ഉദ്ദേശം. പിന്നെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഒക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാണ്ട്. ഇതിൽ നമുക്ക് ഒരിക്കലും അനോമലി ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നിട്ട് അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്കാനിങ് എപ്പോഴാണ്? 3-ാം മാസമാണ്. അത് 11 weeks to 13 weeks 6 daysൻ്റെ ഇടയ്ക്കാണ് ചെയ്യേണ്ടത്. അതിനെയാണ് NT സ്കാൻ എന്ന് പറയുന്നത്. അത് ആക്ച്വലി ഒരു ഏർലി അനോമലി സ്കാൻ ആണ്. പക്ഷേ അതിനകത്ത് നമുക്ക് ഡൗൺ സിൻഡ്രോമിൻ്റെ ചെറിയ മാർക്കേഴ്സ് മാത്രം കണ്ടുപിടിക്കാൻ പറ്റും. അല്ലാതെ ഒരു കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് NT സ്കാനിൽ കംപ്ലീറ്റ് പറയാൻ പറ്റില്ല. ചില മാർക്കേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. എസ്പെഷ്യലി ഇപ്പോൾ കഴുത്തിൻ്റെ താഴെയുള്ളൊരു NT ന്യൂക്കൽ തിക്നെസ് എന്ന് പറയും, അത് കണ്ടുപിടിക്കാനാണ് മെയിൻലി ഈ സ്കാൻ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കൂടെ കമ്പൈൻഡ് ആയിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, ഡബിൾ മാർക്കർ ടെസ്റ്റ് എന്ന് പറയും. ഈ ഡബിൾ മാർക്കർ ടെസ്റ്റിൻ്റെ വാല്യൂവും NTയുടെ വാല്യൂവും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ കമ്പൈൻഡ് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡൗൺ സിൻഡ്രോം റിസ്ക്, അതിൻ്റെ റിസൾട്ട് വരുന്നത് ആക്ച്വലി ലോ റിസ്ക്, ഇൻ്റർമീഡിയറ്റ് റിസ്ക്, ഹൈ റിസ്ക് എന്നും പറഞ്ഞിട്ടാണ്.